ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്. ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് ആയിട്ട് വന്നിട്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് വയ്ക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഹാങ്ഡ് മാൻ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഹാങ്ഡ് മാൻ, ജസ്റ്റിസ്, 3 of cups, Ten of Pentacles, 2 of Pentacles, 7 of Pentacles, Queen of Cups, Queen of Wands and 3 of Swords. ബോട്ടം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആരോ ഒരാൾ ഒരു കപ്പ് ഓഫ് ലവ് കൊണ്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അത് ഒരു കപ്പ് ഓഫ് ലവ് എന്ന് പറയുമ്പോൾ കപ്പ് ഓഫ് ലവും ഉണ്ട്, അതുപോലെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. നൈറ്റ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. അതായത് സമയമെടുത്ത് നിങ്ങളിലേക്ക് ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്ക് കൊണ്ട് നിങ്ങളിലേക്ക് ആ ഒരു കണക്ഷൻ, ഇമോഷണൽ കണക്ഷൻ റീഗെയിൻ ചെയ്തിട്ട് വരുന്ന ഒരാളും, അതുപോലെ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിച്ച് സമയമെടുത്ത് ആലോചിച്ച് ഒരു തീരുമാനം എടുത്ത് വരുന്ന ഒരാളെയും കാണുന്നുണ്ട്. കാരണം അവിടെ സ്റ്റക്കായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഹാങ്ഡ് മാൻ എനർജിയിലായിരുന്ന ഒരു എനർജിയിൽ നിങ്ങൾക്ക് നീതി തരാൻ വേണ്ടിയിട്ട്, ജസ്റ്റിസിൻ്റെ കാർഡുണ്ട്, നീതി തരാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്പ് ബോട്ടം വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് ഇന്ന് ഒരു ഓഫർ വരാൻ സാധ്യതയുണ്ട്. അതൊരു ലവ് ഓഫർ ആയിരിക്കാം. മോസ്റ്റ് പ്രോബബ്ലി ലവ് ഓഫർ തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു ജോബ് ഓഫർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരെങ്കിലും സഹായിക്കുന്നതാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരാളെ വിട്ടിരിക്കുന്നതാകാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടാനും സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ, ഒട്ടും സ്റ്റേബിൾ അല്ലാതെ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തു നിന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സഹായം, ഒരു ഓഫർ നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുന്നതായിട്ട് കാണുന്നത്. അവിടെ നിങ്ങൾക്ക് നീതി നടപ്പിലാവുന്നതായിട്ടാണ്, ഒരു ജസ്റ്റിസ് സെർവിങ് ആണ് കാണുന്നത്. പിന്നെ ഒരു 3 of Cups കാണുന്നുണ്ട്. ഇവിടെ സെലിബ്രേഷൻ ആണ്. നിങ്ങൾക്ക് വളരെ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കും. നിങ്ങൾക്ക് വളരെ ചിലപ്പോൾ പിണങ്ങി നിന്നിരുന്ന ആളുകളോട് നിങ്ങൾ വളരെ കൂളായിട്ട് ഇടപെടാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. റീബിൽഡ് ചെയ്യുന്നതായിട്ടും അത് റീഗെയിൻ ചെയ്യുന്നതായിട്ടും അത് റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഒരു സെലിബ്രേഷൻ മോഡ് ഓൺ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം ഒരു സെലിബ്രേഷനോ ഒരു പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പിന്നെ ഒരു ഫ്രണ്ട്സുമായിട്ടുള്ള കൂടിച്ചേരലാവാം, മറ്റെന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ആയിരിക്കാം ഉണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ 10 of Pentacles ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, വലിയ നിങ്ങളുടെ ബന്ധുമിത്രാദികളെല്ലാം ഒത്തുചേരുന്ന ഒരു ഫാമിലി ഫംഗ്ഷൻ ചിലപ്പോൾ ഇന്നേ ദിവസം നടക്കാൻ സാധ്യതയുണ്ട്. വീട്ടിൽ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തായിരിക്കാം. പക്ഷേ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ബന്ധുജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് പേർക്ക് ഫ്രണ്ട്സുമായിട്ടുള്ള റീയൂണിയൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 10 of Pentacles വന്നേക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പണത്തിൻ്റെ ഒരു അബണ്ടൻസ് കാണുന്നുണ്ട്. പണം ഇന്ന ദിവസം കുറേ പണം കിട്ടുമെന്ന് കാണുന്നുണ്ട്. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും പറയുന്നത് നിങ്ങൾ കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ചിലപ്പോൾ ചിട്ടി പിടിച്ച പൈസയോ, അല്ലെങ്കിൽ ചിട്ടി കിട്ടുന്നതോ, അല്ലെങ്കിൽ ലോട്ടറി അടിക്കുന്നതോ അങ്ങനെയൊക്കെ ആവാനും സാധ്യതയുണ്ട്. നിങ്ങൾ കാത്തിരുന്ന പണമാണ്. ചിലപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വായ്പ കൊടുത്തിട്ട് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം. പെൻറ്റക്കിൾസ് ആണപ്പോൾ ഗോൾഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പണമായിരിക്കാം. നിങ്ങൾ കൊടുത്ത പണം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ 10 of Pentacles പണം പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം വരുന്നു. ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴായിട്ട് കൊടുത്തിട്ട് മറന്നുപോയ പണമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല സോഴ്സിൽ നിന്ന് പണം, പലയിടത്തുനിന്ന് പൈസ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് 10 of Pentacles പറയുന്നത്. ഓക്കെ, വീടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനോ, വീട് വാങ്ങുക, അല്ലെങ്കിൽ വസ്തു വാങ്ങിക്കുക, വീടിൻ്റെ പണി നടക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കാനൊക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഗെയിൻ, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടക്കാനും സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്.
ദെൻ 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 2 പ്രയോറിറ്റി വരും, അല്ലെങ്കിൽ 2 സാഹചര്യം വരുമ്പോൾ വേണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിൽ നിങ്ങൾ നിൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് വരുവാണെങ്കിൽ അതിൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാൻ നിങ്ങളാകെ കൺഫ്യൂസ്ഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കിപ്പം ഒരു കാര്യം 2 ഓപ്ഷനുണ്ട്. ഇപ്പം 2 ഓപ്ഷൻ ഉള്ളപ്പോൾ നിങ്ങൾക്ക് അതായാലും കുഴപ്പമില്ല ഇതായാലും കുഴപ്പമില്ല എന്ന് വരുമ്പോൾ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നതായിട്ട്, ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഇൻഡിസിഷൻ്റെ ആയിട്ടുള്ള ഒരു തീരുമാനം ഇല്ലായ്മയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് അല്ല, നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും അത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ദെൻ 7 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ചധികം ആളുകളെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഒരുപാട് ജോലി ചെയ്തിട്ട് അതിനൊരു ഫലം കിട്ടുന്നില്ല, അപ്പോൾ ഫലത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ആ പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ജോലിയുടെ ഫലത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഇതൊരാളെ കാത്തിരിക്കുന്നതാവാം, പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാവാം. നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തരാത്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടുമെന്ന് വിചാരിച്ച പണം ഇന്ന് കിട്ടാത്തതാവാം. അപ്പോൾ അതാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ദെൻ ക്വീൻ ഓഫ് കപ്സ് ആണ്. നിങ്ങൾ നല്ലതായിട്ട് സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഡ്രസ്സിങ്, നിങ്ങളെ കുറച്ച് കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആരെയോ മിസ് ചെയ്യുന്നു ഇന്ന ദിവസം. അല്ലാതെ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്ന, ഒരു അൺകണ്ടീഷണൽ ലവ് ഒക്കെ കൊടുത്ത, ഒരു വാത്സല്യത്തോടു കൂടിയുള്ള സ്നേഹം കൊടുത്തിരുന്ന ആരോ, അതായത് ഇതൊരു മദറാണ്, മദർലി അഫെക്ഷനോടുകൂടി നിങ്ങൾ ആരെയാണോ സ്നേഹിച്ചിരുന്നത് ആ ആളെ നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങളിവിടെ ഹീൽ ചെയ്യപ്പെടുന്നുണ്ട്, ഹീലിങ്ങിൻ്റെ കാർഡും കൂടിയാണ്. അപ്പോൾ ഹീൽ ചെയ്യപ്പെടുന്ന ഒരു കാർഡും കൂടിയാണ് ഈ ക്വീൻ ഓഫ് കപ്സ് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇത്ര ഹീലിംഗ് പോരാ, നിങ്ങൾ ഇനിയും മോർ ആൻഡ് മോർ ഹീലിംഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ നന്നായിട്ട് ഹീലിംഗ് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുകയും ഹീലിംഗ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്കും ഇന്ന് ഹീലിംഗ് എടുക്കേണ്ട ആവശ്യം വരും, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഹീലിംഗ് എടുക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ ഉപദേശം തേടാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ദെൻ നെക്സ്റ്റ് ക്വീൻ ഓഫ് വാൺസ് ആണ്. അതായത് ഭയങ്കര ഹൈ എനർജിയാണ്. അതായത് മറ്റുള്ളവരൊന്നും പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെ അല്ല നിങ്ങൾ വേറെ ഒരു പ്രത്യേകതരം ജീവിതമാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പണ്ടുണ്ടായിരുന്ന നിങ്ങളുടെ ആ സ്വഭാവം എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു നിഴലില്ലേ, പണ്ട് ശരിക്കുള്ള ഞാനില്ലേ, ഞാനിതല്ല, ഞാൻ വേറെ എവിടെയോ ആണെന്ന് പറയത്തില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ. അതായത് പണ്ടുണ്ടായിരുന്ന ഒരു ആളെന്ന് പറയുന്നത് നിങ്ങളുടെ നിഴലായിട്ടാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുള്ളൂ. കാരണം അതിൽ നിന്ന് ഒരുപാട് നിങ്ങൾ മാറിപ്പോയതായിട്ട് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് കട്ട് ആൻഡ് ഡ്രൈവ് ആയിരിക്കും. നിങ്ങൾക്ക് ലോജിക്കലി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവർ ചിന്തിക്കുന്നതിലേക്ക് ഒരുപാട് ഉയർന്ന തലത്തിലായിരിക്കും നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത്. അതുപോലെ വളരെ എന്ന് വെച്ചാൽ അത്ര പവർഫുള്ളാണ്, അത്ര കൃത്യമായിട്ടാണ് നിങ്ങൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നതും ഫ്യൂച്ചറിലേക്കൊക്കെ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നതും. ആ എനർജിയാണ് ക്വീൻ ഓഫ് വാണ്ട് എന്ന് പറഞ്ഞാൽ. നിങ്ങളങ്ങനെ നിസ്സാരപ്പെട്ട ഒരു എനർജിയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ ഹൈ എനർജിയാണ്, എസ്പെഷ്യലി ക്വീൻ എനർജിയാണ്. മാസ്കുലിൻ അല്ല ഫെമിനൈൻ ആയിട്ടുള്ള ക്വീൻ എനർജിയാണുള്ളത്. ഹൈ എനർജിയാണ്. ഒരു മാസ്കുലൈൻ എനർജിയേക്കാൾ അല്ലെങ്കിൽ അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് ക്വീൻ ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ഒരുപക്ഷെ കിങ് ഓഫ് വാണ്ടിനേക്കാൾ പവർഫുൾ ആണ് ക്വീൻ ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ എനർജിയാണുള്ളത്. ആ ക്വീൻ ഓഫ് വാണ്ട് നോക്കുന്നത് 3 ഓഫ് സോർഡ്സിലേക്കാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഒരാളായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് മാറി വല്ലാതെ എമേർജ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ട് കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഹീലിംഗ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ വളരെയധികം മാറിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കത് ഇന്നേ ദിവസം മനസ്സിലാവുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്, നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കിന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ കാത്തിരുന്ന പണം കിട്ടുന്നതായിട്ടും കാത്തിരുന്ന വ്യക്തി ഒരു റീയൂണിയനായിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. സെലിബ്രേഷൻസിൻ്റെ കാർഡുണ്ട്, പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്, പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്, ഹാർട്ട് ബ്രോക്കൺ ആയിരിക്കുന്ന ഹൃദയത്തെ തലോടിയിരിക്കുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട്, അതിൽ നിന്ന് ഉയർന്ന് ചിന്തിക്കുന്ന മറ്റാളുകളെ കാണുന്നുണ്ട്, ഹീൽ ചെയ്യപ്പെടുന്ന ആളുകളെ കാണുന്നുണ്ട്. ഹീലിങ്ങിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹീൽ ചെയ്യപ്പെടുമ്പോൾ അല്ലാതെ പെയിൻ അനുഭവിക്കുകയും മൂഡ് സ്വിങ്സ് അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മൊത്തത്തിലൊരു ജഗപൊക ദിവസമായിട്ടാണ് കാണുന്നത്. പക്ഷെ നല്ലൊരു ദിവസമാണ്, നല്ല
എല്ലാം പോസിറ്റീവ് കാർഡ്സാണ്, എല്ലാം വളരെ മനോഹരമായിട്ടുള്ള കാർഡാണ്. നിങ്ങൾ കാത്തിരുന്ന ആൾ നിങ്ങളെ കാണാൻ വരുന്നതായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കാത്തിരുന്ന പണം വരുന്നതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. എല്ലാവരും എന്താഗ്രഹിച്ചിട്ടാണോ ടാരോയിൽ വന്നിരിക്കുന്നത്, എത്ര ഹാർട്ട് ബ്രോക്കൺ ആയിട്ടാണോ നിങ്ങൾ വന്നിട്ടുള്ളത്, അതെല്ലാം മാറി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണ്? ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്, ഫസ്റ്റ് ഗൈഡൻസ് എന്ന് പറയുന്നത് കോംപ്രമൈസ് ചെയ്യാനെന്ന് പറയുന്നത്. നിങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിനോട് കോംപ്രമൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു അവസ്ഥയോടാണോ നിങ്ങൾ പടപൊരുത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് എ ഇയർ ഫ്രം നൗ ആണ്. ഒരു വർഷമെങ്കിലും എടുക്കും നിങ്ങൾ ആഗ്രഹിച്ച ഈ കാര്യം. ഇപ്പം നിങ്ങൾ എന്താണോ മനസ്സിലാഗ്രഹിച്ചത് നടക്കാൻ ഏകദേശം ഒരു വർഷമെങ്കിലും എടുക്കും. മൂന്നാം ലുക്ക് ഫോർ എ സൈൻ ആണ്. നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടാണ് ഇപ്പം മൂന്നാമതൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നതെങ്കിൽ അത് നടക്കുമെന്നറിയാൻ നിങ്ങൾ തന്നെ ഒരു സൈൻ സെറ്റ് ചെയ്യുക. എനിക്കിത് നടക്കുമെങ്കിൽ ഇന്ന സൈൻ കാണിച്ച് തരണമെന്ന് ആവശ്യപ്പെടുക. അപ്പോൾ അത് നടക്കുമെന്നാണ്. പെർഫെക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ. പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പം ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കൂടെ തന്നെ യൂണിവേഴ്സിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്, യൂണിവേഴ്സിൻ്റെ മേൽനോട്ടമുണ്ട്. ഏഞ്ചൽസ് കൃത്യമായി നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴേ വീണ് പോകേണ്ട മനുഷ്യരാണ്. ഇവിടെയൊക്കെ നടന്നെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള വഴികളിലെല്ലാം നിങ്ങൾ സംരക്ഷിതരാണ്. നിങ്ങൾ യു ആർ പ്രൊട്ടക്റ്റഡ് കേട്ടോ. ഞാൻ പ്രൊട്ടക്റ്റഡ് ആണെന്ന് എപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഐ ആം പ്രൊട്ടക്റ്റഡ് എന്ന്. ഓക്കെ, എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ലവേഴ്സിനുള്ള ഡിസെപ്ഷനാണ് കേട്ടോ. ഒരാൾ ചീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളിൽ ആരോ ഒരാൾ ചീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ ചീറ്റിങ് നടക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് പുറമേ നിന്നുള്ള ആളുകൾ ചീറ്റിങ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അൺറിക്വൈറ്റഡ് ലവ്. ഇപ്പം ഇന്നത്തെ ലവേഴ്സിനുള്ള ഗൈഡൻസ് അത്ര സ്മൂത്തല്ല. നിങ്ങൾക്കിടയിലൊരു അട്രാക്ഷൻ കുറഞ്ഞായിട്ട് കാണുന്നുണ്ട്. അവിടെ എന്തോ ഒരു ചീറ്റിങ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ ഫ്ലേർട്ട്. നിങ്ങളിലെ ഫ്ലേർട്ട് എനർജി പുറത്തെടുക്കാനാണ് പറയുന്നത്. നിങ്ങളിങ്ങനെ അതായത് ഒരു മാസ്ക് ചെയ്തിട്ടാണ് നിങ്ങളിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്തോ ഒന്നും പുറമേ കാണിക്കുന്ന മറ്റെന്തോ ഒന്നുമാണ്. അതാണ് ഈ ചീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ശരിക്കുള്ള ആ ഫ്ലേർട്ടി എനർജി പുറത്തെടുക്കാനാണ് പറയുന്നത്. ഫ്ലേർട്ടി എനർജി എന്ന് പറഞ്ഞാൽ ഏറ്റവും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടിരിക്കാൻ പറ്റുന്നത് ഏറ്റവും സ്നേഹത്തിലിരിക്കുമ്പോഴാണ്. ആ ലൈറ്റ് ഹാർട്ടഡ് എനർജിയിലേക്ക് നിങ്ങൾ വരും. ആ ലൈറ്റ് ഹാർട്ടഡ് എനർജി എന്ന് പറയുന്ന സ്നേഹം എന്ന് പറയുന്ന ആ എനർജിയിലേക്ക് നിങ്ങൾ വരാനാണ് പറയുന്നത്. റൊമാൻസ് ഫീലിങ്സ്. യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വർത്ത് എക്സ്പ്ലോറിങ്. അപ്പം നിങ്ങൾ റൊമാൻറ്റിക്കായിട്ടിരിക്കും, നിങ്ങൾ റൊമാൻറ്റിക്കലി ഇരിക്കുമോ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ റൊമാൻസ് ലൈഫ് കുറച്ചും കൂടെ പാഷനേറ്റ് ആവും, കുറച്ചും കൂടെ വർത്ത് എക്സ്പ്ലോർഡ് ആവും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് പറയണം. യെസ് എന്നെങ്കിലും കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്നെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ അന്ന് റീഡിങ് കാണുന്നില്ലേ, ലൈക്ക് ചെയ്യുന്നത് വളരെ കുറച്ച് പേരേ ഉള്ളൂ, കമൻറ്റ് ചെയ്യുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഒന്നുകിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ് എന്നെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോകണേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഏറ്റവും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഏറ്റവും മനോഹരമായ ദിവസം തന്നെ ഇന്നത്തെ ദിവസം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്.